إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ഏറെ ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ പുസ്തകങ്ങളിൽ വായിച്ചു ചിരിച്ച ഒരു ഭ്രാന്തൻ്റെ കഥയുണ്ട്. മലമുകളിലേക്ക് വളരെ ശ്രമകരമായി കല്ല് ഉരുട്ടിക്കയറ്റി, വലിയ ഭാരമുള്ള ഒരു കല്ല് ഉരുട്ടിക്കയറ്റി ആ കല്ല് ശ്രമകരമായി മുകളിലെത്തിച്ചതിനു ശേഷം അത് വീണ്ടും താഴേക്ക് തന്നെ ഉരുട്ടി വിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു ഭ്രാന്തൻ. അത് കേട്ടപ്പോൾ നമ്മളുടെ ചെറുപ്പം അത് കേട്ട് ചിരിച്ചിരുന്നു. അങ്ങനെ ഒരു കഥാപാത്രം മക്കയിലും ഉണ്ടായിരുന്നു, അറേബ്യൻ നാടിലും ഉണ്ടായിരുന്നു. അതൊരു പെണ്ണായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ മുൻപ്. അവരുടെ പേര് റൈത്ത എന്നായിരുന്നു. ബനൂ തമീം ഗോത്രക്കാരി. അതുപോലെ തന്നെ ത്വായിഫിനും മക്കക്കും ഇടയിലുള്ള പ്രദേശത്തായിരുന്നു അവരുടെ താമസം. ഈ വിഡ്ഢിത്തത്തിൻ്റെ കാര്യത്തിൽ അന്ന് തന്നെ അറബികൾ ഉദാഹരണമായും ഉപമയായും പറഞ്ഞു ചിരിച്ചിരുന്ന ഒരു സ്ത്രീ, ഒരു തമാശ കഥാപാത്രം. അവരുടെ പ്രത്യേകത, അവർക്ക് ഒരുപാട് തൊഴിലാളികളും പരിചാരികരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ദാസികളായ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കാലത്ത് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് അവരെ ഏൽപ്പിക്കുന്ന പഞ്ഞിയും അതുപോലെ തന്നെ ആടുകൾ, ചെമ്മരിയാടിൻ്റെയൊക്കെ രോമമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശ്രമകരമായി കൈകൊണ്ട് അതിൽ നിന്നും നൂലും കയറുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ചകിരിയുടെ നാര് കൊണ്ടൊക്കെ കയറുണ്ടാക്കുന്ന രീതിയുണ്ട്. പക്ഷേ യന്ത്രങ്ങളുടെ ഒന്നും സഹായമില്ലാത്ത ഒരു കാലം, യാന്ത്രിക വിപ്ലവങ്ങൾ നടന്നിട്ടില്ലാത്ത ഒരു കാലം. ആ കാലത്ത് ഈ സ്ത്രീയെ ഏൽപ്പിച്ച ആളുകൾ വളരെ ശ്രമകരമായി നൂലുകൾ ഇങ്ങനെ പിരിച്ചു ചേർത്ത് വെക്കും. ഇതിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപ് അത് വിട്ടുകളഞ്ഞാൽ അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ശ്രമകരമാണ്. പക്ഷേ ഈ തൊഴിലാളികൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്തുകൊണ്ട് അതിങ്ങനെ ഏകദേശം പകുതിയൊക്കെ ആകുമ്പോൾ ഈ സ്ത്രീ പറയും, എല്ലാം അഴിച്ചു വിട്ടാളും,
എല്ലാം അഴിച്ച് പഴയ രൂപത്തിലേക്ക് ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും വിട്ടോളൂ, അവരാണ് പണം കൊടുക്കുന്നത്, ഇവരനുസരിക്കും. അടുത്ത ദിവസം ഇവർ വരും, ഇതേ പണി ചെയ്യും, പകുതിയിൽ കലമുടക്കും. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അറബികൾ ഇതൊരു തമാശയായി, ഒരു വിഡ്ഢിത്തത്തിന് ഉദാഹരണമായി പറഞ്ഞു ചിരിച്ചിരുന്ന ഒരു സ്ത്രീ. ഈ സ്ത്രീയെ ഖുർആൻ സൂറത്തുൻ നഹലിന്റെ 92-ാമത്തെ വചനത്തിൽ ഒരു ഉപമയായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഭദ്രമായി ശക്തമായി നൂൽ നൂറ്റതിന് ശേഷം അത് പിരിച്ചു കളയുന്ന ആ പെണ്ണുണ്ടല്ലോ, നിങ്ങളുടെ പരിഹാസക്കഥയിലെ, നിങ്ങളുടെ തമാശക്കഥയിലെ കഥാപാത്രം, അതുപോലെ നിങ്ങൾ അങ്ങനെ ആകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. ആ വിഡ്ഢി കഥാപാത്രത്തെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാകും, ഇവരെന്തു വിഡ്ഢിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. എന്നാൽ മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ അങ്ങനെ ആകരുത്. ഇത് വല്ലാത്ത ഒരു വർത്തമാനമാണ്, ഇത് വല്ലാത്ത ഒരു ഓർമ്മപ്പെടുത്തലാണ്. റമദാനിന്റെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒത്തൊരുമിച്ച ഈ ജുമാ സമയത്ത് നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വചനം തന്നെയാണത്. റമദാനിൽ നമ്മൾ തെറികൾ ഉപേക്ഷിച്ചിരുന്നു, നമ്മൾ ഇരട്ടപ്പേരുകൾ വിളിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു, നമ്മൾ മോശം വർത്തമാനങ്ങളെ സൂക്ഷിച്ചിരുന്നു. റമദാൻ കഴിഞ്ഞപ്പോ അതൊക്കെ അങ്ങോട്ട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ശക്തമായി നൂല് പിരിച്ച് റെഡിയാക്കിയതിനു ശേഷം അത് വിട്ടുകളഞ്ഞതുപോലെ റമദാനിൽ തഖ്വയുടേതായ പാഠങ്ങൾ പഠിച്ചെടുത്തതിന് ശേഷം ശവ്വാലം വിളി കണ്ടതോടുകൂടി അതെല്ലാം ഉപേക്ഷിച്ചവരിൽ നമ്മളുണ്ട് എങ്കിൽ ആ വിഡ്ഢിക്കഥാപാത്രത്തെ പോലെ പറഞ്ഞു ചിരിക്കേണ്ടുന്ന ഒരാൾ തന്നെയായി നമ്മളും മാറുന്നില്ലേ? വലാ തകൂനു, നിങ്ങൾ അങ്ങനെയാകരുതേ എന്ന് അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. റമദാനിൽ നമ്മളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന് ഭയന്ന് നമ്മൾ ബന്ധങ്ങൾ ചേർത്തിരുന്നു. ഖതീബുമാർ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അഹ്ലൻ റമദാൻ പ്രഭാഷണങ്ങളിൽ നമ്മളത് കേട്ടിരുന്നു. ആരോടെങ്കിലും വെറുപ്പും പകയും വിദ്വേഷവും അകൽച്ചയും പിണക്കവും ഒന്നുമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ അമലുകൾ മാറ്റിവെക്കും പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്ന് നമ്മൾ ഭയന്നിരുന്നു. നമ്മൾ ആളുകളുമായുള്ള ബന്ധങ്ങളെല്ലാം ചേർത്ത് വച്ചിരുന്നു. അതെല്ലാം റമദാനിന് ശേഷം വീണ്ടും നമ്മൾ പൊട്ടിച്ചെറിയുകയാണെങ്കിൽ നമ്മൾ ആ കഥാപാത്രത്തെ പോലെ തന്നെ ആയിത്തീരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ റമദാനിൽ മാറ്റിവെച്ച വൈകൃതങ്ങൾ, റമദാനിൽ നമ്മൾ മാറ്റിവെച്ച തമ്മാടിത്തങ്ങൾ, നമ്മൾ മാറ്റിവെച്ച തിന്മകൾ, നമ്മളുടെ മൊബൈലുകൾ നമുക്ക് കാണിച്ചു തരുന്ന തെറ്റായ കാര്യങ്ങൾ കാണിക്കപ്പെടാതിരിക്കാൻ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം നമ്മളുടെ മൊബൈലിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്തു വെച്ച ആളുകൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വരുന്നു. അതിൻ്റെ നന്മകളെയല്ല ഞാൻ വിമർശിക്കുന്നത്, പക്ഷേ അതിൻ്റെ വൈകൃതങ്ങളിലേക്കും അതിൻ്റെ തിന്മകളിലേക്കുമെല്ലാം നമ്മൾ പോകുന്നുണ്ട് എങ്കിൽ ഈ ആയത്തിൽ എന്താണോ ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ട് ആ കഥയെ മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മിപ്പിച്ചത്, അത് നമ്മളുടെ ജീവിതത്തിലേക്കും അതുപോലെ സംഭവിക്കുന്നു എന്നത് മനസ്സിലാക്കി തിന്മകളിൽ കുറിച്ചുള്ള ഒരു ജാഗ്രത നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ തുടർന്നു വന്നിരുന്ന അമലുകളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഇനിയും എപ്പോഴും മരണം വരെ ഉണ്ടാകേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിലെ ഒരു വീടിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇമാം തിർമിദി ഉദ്ധരിച്ച അൽബാനി ഹസനായി പറഞ്ഞു തന്ന ഒരു ഹദീസ്, ഇന്ന ഫിൽ ജന്നതി ലഗുറഫൻ. തീർച്ചയായും സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. ആ വീടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിൻ്റെ ഉൾഭാഗം പുറത്തു നിന്ന് നോക്കിയാൽ കാണും, പുറം ഭാഗം ഉള്ളിൽ നിന്നും നോക്കിയാൽ കാണും. ഒരു പളുങ്കിനാൽ നിർമ്മിക്കപ്പെട്ടതുപോലെയുള്ള ഒരു ഭവനം. ആ ഭവനത്തെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കെ ഒരു അറാബിയായ ഒരാൾ റസൂലിനോട് ചോദിച്ചു, ലിമൻ ഹിയ യാ നബിയല്ലാഹ്, റസൂലെ ആർക്കാണ് ഈ സുന്ദരമായ അങ്ങയുടെ വർണ്ണനകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്വർഗം, ഇതാർക്കാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ഹിയ ലിമൻ അതാബൽ കലാം, അത് സംസാരം നന്നാക്കിയവനുള്ളതാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് ഭക്ഷണമൂട്ടിയവനുള്ളതാണ്. നോമ്പുകൾ തുടരെ നോമ്പുകൾ പതിവാക്കിയവനുള്ളതാണ്. ജനങ്ങൾ ഉറങ്ങുന്ന രാവുകളിൽ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിച്ചവനുള്ളതാണ്. ഇതൊക്കെ റമദാനിൽ ഇല്ലായിരുന്നോ? ഇതെല്ലാം റമദാനിലുണ്ടായിരുന്നല്ലോ. നമ്മൾ നമ്മളുടെ വാക്കുകൾ നന്നാക്കിയിരുന്നു, നമ്മൾ ആളുകൾക്ക് ഭക്ഷണമൂട്ടിയിരുന്നു, നമ്മൾ നോമ്പുകളിൽ നമ്മൾ ഒരു മാസക്കാലം ഉണ്ടായിരുന്നു, രാത്രികളിൽ നാം അള്ളാഹുവിന് വേണ്ടി തറാവീഹോ ഖിയാമുൽ ലൈലോ ആയി നമസ്കരിച്ചിരുന്നു. ഇതെല്ലാം
അത് റമദാനിൽ അവസാനിപ്പിക്കാനുള്ളതല്ല. സ്വർഗത്തിലെ ഈ വീടുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് ഇതെല്ലാം ജീവിതത്തിലുള്ള ആളുകൾക്കാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ. തീർച്ചയായും തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ആളുകൾ, അള്ളാഹുവിനെ പേടിച്ചിരുന്ന ആളുകൾ, തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നന്മകൾക്ക് വേണ്ടി കൊതിച്ചിരുന്ന, സ്വർഗത്തെ ആഗ്രഹിച്ചിരുന്ന ആളുകൾ, അവർ തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും. അവരുടെ റബ്ബ് അവർക്ക് നൽകുന്നത് സ്വീകരിക്കുന്നവരായിക്കൊണ്ട്. ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. ഈ സ്വർഗത്തിന്റെ ആരാമങ്ങൾ, ഈ സ്വർഗത്തിന്റെ സൗകമാര്യങ്ങൾ, ഈ സ്വർഗത്തിന്റെ ആനന്ദങ്ങൾ, ഇതെല്ലാം അവർക്ക് ലഭിക്കുവാനുള്ള കാരണം എന്താ? ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. തീർച്ചയായും അതിനു മുൻപ് നന്മ ചെയ്യുന്ന ആളുകളായിരുന്നു അവർ. വകാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രികളിൽ കുറച്ചു മാത്രം ഉറങ്ങുന്നവരായിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന, എല്ലാവരും സുഖനിദ്രയിൽ ആണ്ടുകിടക്കുന്ന തണുപ്പുള്ള രാവുകളിൽ അള്ളാഹുവിന് വേണ്ടി രാത്രിയുടെ യാമങ്ങളെ അവർ സജീവമാക്കിയവരായിരുന്നു എന്ന് അള്ളാഹു അവരുടെ ക്വാളിറ്റിയായി പറയുന്നു. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. ഉപജീവനം തടയപ്പെട്ടവർക്കും ചോദിച്ചു വരുന്നവർക്കും അവരുടെ പണത്തിൽ നിന്ന് അവർ പങ്കു നൽകിയിരുന്നു എന്നെല്ലാം ആ സ്വർഗവാസികളായ ആളുകളെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാണ്. ഇത് സജീവമായിട്ട് നമ്മൾ റമദാനിന് ശേഷവും ഈ അമലുകളെല്ലാം കൊണ്ടുപോകേണ്ടത് തന്നെയാണ്. ഞാൻ അതാണ് സൂചിപ്പിച്ചു വരുന്നത്. ഇതൊക്കെ അവസാനിപ്പിക്കണം. നമ്മളുടെ നമസ്കാരം നമുക്ക് അവസാനിപ്പിക്കണം, നമ്മുടെ നോമ്പ് നമുക്ക് അവസാനിപ്പിക്കണം, നമ്മളുടെ ദാനധർമ്മങ്ങൾ നമുക്ക് അവസാനിപ്പിക്കണം, നമ്മുടെ സകാത്ത് നമുക്ക് അവസാനിപ്പിക്കണം, നമ്മളുടെ പുണ്യകർമ്മങ്ങളായിട്ടുള്ള കർമ്മങ്ങളെല്ലാം നമുക്ക് നിർത്തണം. ഒരു ദിവസം ഇതിൽ നിന്നെല്ലാം നമുക്ക് വിശ്രമം വേണം, വിരാമം വേണം. അതിനൊരു ഡേറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വഅബ്ദു് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. റമദാനോട് കൂടി അല്ല നിർത്തേണ്ടത്. വഅബ്ദു് റബ്ബക, നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക. ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീൻ വരുന്നത് വരെ, മരണം വരുന്നത് വരെ. മരണത്തിന് ശേഷം നാം അനുഷ്ഠിക്കാത്ത നോമ്പിന്, നാം നിർവഹിക്കാത്ത നമസ്കാരത്തിന്, നാം നൽകാത്ത സക്കാത്തിന് നമ്മൾ വിചാരണ നേരിടേണ്ടി വരില്ല. പക്ഷെ മരണം വരെ ബോധമുള്ള സമയത്ത് നാം ഉപേക്ഷിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ, അത് ഫർദായതാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ അതിന് ചോദ്യങ്ങൾക്ക് വിധേയമാകും എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു സ്വർഗത്തിൻ്റെ സുന്ദരമായ അനുഭൂതികൾ പറഞ്ഞു തരുന്ന ഒരു വല്ലാത്ത ആയത്തുണ്ട്. റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശദീകരിച്ചു പറഞ്ഞ ഒരായത്ത്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മുസ്ലിമായ പുരുഷൻ, ഒരു മുസ്ലിമത്തായ സ്ത്രീ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾ മുഅ്മിനത്തുകൾ, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, ഭക്തന്മാർ ഭക്തയായ സ്ത്രീകൾ, വസ്വാദിഖീന വസ്വാദിഖാത്ത്, സത്യം പറയുന്നവർ സത്യം പറയുന്ന സ്ത്രീകൾ, വസ്വാബിരീന വസ്വാബിറാത്ത്, ക്ഷമിക്കുന്നവരായ പുരുഷന്മാർ ക്ഷമാലുക്കളായ സ്ത്രീകൾ, വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഖുശൂഉള്ള ആണ് ഖുശൂഉള്ള പെണ്ണ്, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, സദഖ ചെയ്യുന്നവൻ സദഖ ചെയ്യുന്നവൾ, വസ്വായിമീന വസ്വായിമാത്ത്, നോമ്പ് അനുഷ്ഠിക്കുന്നവൻ അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്നവർ, വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, തന്റെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ആണ്, ഗുഹ്യാവയവത്തെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് സമൂഹമേ നമ്മളോട് പറയുന്നു. ഇല്ല, വിശ്രമിക്കുവാനായിട്ടില്ല, അമലുകളിൽ നിന്ന് നമുക്ക് റിട്ടയർഡ് ആകുവാനായിട്ടില്ല, അത് നമ്മളുടെ മരണം ദിവസമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് സജീവമായി അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലിസ് സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മത് തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ കേട്ടിരുന്നു, റമദാൻ ആകുമ്പോൾ പിശാചിൻ്റേതായ ഉപദ്രവങ്ങൾ അവസാനിക്കുകയും നമുക്ക് നന്മക്ക് അനുകൂലമായ ഒരു സാഹചര്യം ലഭിക്കുകയും ചെയ്യുമെന്ന്. റമദാൻ കഴിഞ്ഞിരിക്കുന്നു,
നമ്മൾക്ക് ആ നന്മകൾക്ക് വേണ്ടി എല്ലാ നിലക്കും അനുകൂലമായിരുന്ന സ്വർഗവാതിലുകൾ തുറക്കപ്പെട്ടിരുന്ന നരകവാതിലുകൾ അടക്കപ്പെട്ടിരുന്ന ആ സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പിശാചിനെക്കുറിച്ച് അവൻ നമ്മിൽ വസ്വാസുകൾ സൃഷ്ടിക്കുന്നതിനെപ്പറ്റി വളരെ ഗൗരവത്തിൽ ആലോചിക്കുകയും ജീവിതത്തിൽ ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സമയമാണ്. ലഅനഹുല്ലാഹ്, അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു. അവൻ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. സൂറത്തു നിസാഇന്റെ 118, 119 വചനങ്ങളൊന്ന് വായിച്ചു നോക്ക്. എത്രമാത്രം പകയുണ്ട് പിശാചിന് നമ്മളോട് എന്ന്. ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂള. അള്ളാഹുവിനോട് അവൻ നടത്തിയ പ്രഖ്യാപനമാണ്, പടച്ചോനെ, ഞാൻ നിന്റെ അടിമകളിൽ നിന്ന് ഒരു നിർബന്ധമായ ഒരു ഓഹരിയെ ഞാൻ എടുക്കുക തന്നെ ചെയ്യും പടച്ചോനെ. നരകത്തേക്ക് ഞാൻ മാത്രമല്ല, ഞാൻ പോകുമ്പോൾ ഒരു നിശ്ചിത ഓഹരി നിന്റെ ഈ അടിമകളിൽ നിന്ന് ഞാൻ എടുക്കും. വല്ലാത്ത വെല്ലുവിളി തന്നെയാണ്, വല്ലാത്ത പക തന്നെയാണ്. വല ഉദില്ലന്നഹും, അവൻ്റെ പ്രഖ്യാപനം നോക്കുക. അവൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് അവൻ്റെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഖുർആൻ പറഞ്ഞു തരാണ്. വല ഉദില്ലന്നഹും, ഞാൻ അവരെ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും. വല ഉമന്നിയന്നഹും, ഞാൻ അവരെ പ്രലോഭിപ്പിക്കുക തന്നെ ചെയ്യും. പലിശക്കെടുക്ക്, തിന്മകൾ ചെയ്യ്, തോന്നിവാസങ്ങൾ ചെയ്യ്. മനുഷ്യനെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. നിനക്ക് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാകും. ഈ വഴിയൊക്കെ പോയിക്കോ, ഖുർആനിന്റെ വഴി ഒഴിവാക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉപേക്ഷിക്ക്, നിനക്ക് ലാഭങ്ങൾ ഉണ്ടാകും. വല ഉമന്നിയന്നഹും, അവൻ നിങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. വല ആമുറന്നഹും, അവൻ നിങ്ങളോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. ഫലയുബത്തിക്കുന്ന ആദാനൽ അൻആം, അത് അവൻ കൽപ്പിക്കുന്ന സമയത്ത് ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് അവരുടെ മൃഗങ്ങളുടെ ചെവി മുറിക്കും. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അപ്പോ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അവർ മാറ്റം വരുത്തും. ഇതൊക്കെ പിശാചിന്റെ വെല്ലുവിളിയും പ്രഖ്യാപനമാണ്. ഞാൻ തിന്മകളിലേക്ക് അവരെ കൊണ്ടുപോകും, അവരെ പ്രലോഭിപ്പിക്കും, അവരോട് കൽപ്പിക്കും, അവരുടെ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ആ ജാഗ്രത നമ്മളുടെ അടുക്കൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്നവൻ അവൻ്റെതായ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ജാഗ്രതയുള്ളവരായി മാറേണ്ടതുണ്ട്. സൂറത്ത് ഇബ്രാഹിമിന്റെ 22-ാമത്തെ വചനത്തിൽ ശൈത്താൻ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം അല്ലാഹു പറയുന്നുണ്ട്. വഖാല ശൈത്താൻ ലമ്മാ ഖുദിയൽ അംർ, ശൈത്താൻ പറയും, എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടതിന് ശേഷം, നരകസ്വർഗങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ കഴിഞ്ഞതിന് ശേഷം, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, തീർച്ചയായിട്ടും മനുഷ്യ, നിന്നോട് അല്ലാഹു വഅദ് ചെയ്തിരുന്നത്, കരാർ ചെയ്തിരുന്നത് സത്യമായ കരാറായിരുന്നു. വഅദ്തുകും, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തു. ഫഅഖ്ലഫ്തുകും, ഞാൻ ആ കരാർ ഇതാ ലംഘിച്ചിരിക്കുന്നു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരവുമില്ല. ഇല്ല അൻ ദഅഉതുകും ഫസ്തജബ്തും, ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ചെയ്തത്, നിങ്ങളത് സ്വീകരിച്ചു. ഫലാ തലൂമുനി, നിങ്ങൾ എന്നെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. വലൂമു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക. മാ അന ബിമുസ്രിഖികും, ഇന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനും സഹായിക്കാനും എനിക്ക് കഴിയൂല. വമാ അൻതും ബിമുസ്രിഖി, എന്നെ സഹായിക്കുവാൻ നിങ്ങൾക്കും കഴിയുകയും ഇല്ല എന്ന് പിശാച് പറയുന്ന രംഗം. നമ്മളെ തിന്മകളിലേക്ക് പ്രേരിപ്പിച്ച് പിന്മാറിക്കളയുന്നവനായ പിശാച്, അവൻ്റെ ഷർറ് നമുക്കിടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും പിശാചിൻ്റെ വഴികളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമ്മൾ വളരെ ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം കൂടിയാണിത്. നരകത്തിൻ്റെ ഭയാനകത നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നരകത്തിൻ്റെ അവസ്ഥയെപ്പറ്റി പറയുന്നിടത്ത് പറയാണ്, ദുനിയാവിൽ അതിസമ്പന്നനായിരുന്ന ഒരു മനുഷ്യൻ, ബി അൻഅമി അഹ്ലി ദുനിയ, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ നിഅമത്തുകൾ ലഭിച്ചിരുന്ന മനുഷ്യൻ, വലിയ 1-ാം നമ്പറും 2-ാം നമ്പറും 3-ാം നമ്പറും ഒക്കെ ആയിട്ട് കോടീശ്വരന്മാരായിട്ട് എണ്ണുന്ന ആളുകൾ, അവരിൽപ്പെട്ട ഒരാൾ, അയാളെ നരകാവകാശിയാണ്. അയാളെ നരകത്തിലേക്ക് ഒരല്പസമയം വെച്ച് ഇങ്ങോട്ട് എടുക്കും, ഒരു മുക്കി ഇങ്ങോട്ട് എടുക്കും എന്നാണ് ആ ഹദീസിലെ പരാമർശം. എന്നിട്ട് അയാളോട് ചോദിക്കും, യബ്ന ആദം, അല്ലയോ ആദമിൻ്റെ മകനെ, അല്ലയോ മനുഷ്യ, ഹൽ റഅയ്ത ഖൈറൻ ഖത്ത്, നീ വല്ല നന്മയും ആസ്വദിച്ചിരുന്നോ? ഹൽ മർറ ബിക നഈമുൻ ഖത്ത്, നിനക്ക് വല്ല അനുഗ്രഹങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? വലിയ പണക്കാരൻ, ദുനിയാവിൻ്റെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും വെച്ച് ആസ്വദിച്ച ഒരു മനുഷ്യൻ, എല്ലാം ലഭിച്ചവൻ. പക്ഷേ നരകത്തിൽ ഒന്ന് പ്രവേശിച്ച് പുറത്തു വരുമ്പോൾ അവൻ പറയും, ലാ വല്ലാഹി യാ റബ്ബ്,
പടച്ചോനെ, ഞാൻ ഒരു തരത്തിലുള്ള സുഖങ്ങളും ഞാൻ ആസ്വദിച്ചിരുന്നില്ല പടച്ചവനെ എന്നാ മനുഷ്യൻ പറയും. അയാളെല്ലാം മറന്നുപോകും. ഇതാണ് വസ്തുത. ഇത് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇതൊരു വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, അതുപോലെ തന്നെ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലുണ്ടായിരുന്ന, കഷ്ടതകളിൽ അത്രമേൽ ജീവിച്ചിരുന്ന ഒരു പാവം മനുഷ്യൻ, അയാളെ സ്വർഗത്തിൽ ഒരു അല്പസമയം പ്രവേശിപ്പിക്കും. എന്നിട്ട് അയാളെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ബുഊസൻ ഖത്ത് വഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്ത്, മനുഷ്യ, നിനക്ക് വല്ല പ്രയാസങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? നിന്റെ ജീവിതത്തിൽ വല്ല കഠിനമായ പ്രയാസങ്ങളും ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെയുള്ള സമയം നിനക്കുണ്ടായിരുന്നോ? എന്തെങ്കിലും പ്രയാസം ഇതൊക്കെ നീ ഓർക്കുന്നുണ്ടോ എന്ന് അയാളോട് ചോദിക്കും. അയാൾ പറയും, ലാ വല്ലാഹി യാ റബ്ബ്, അല്ലാഹുവേ, ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. വലാ റഅയ്തു ഷിദ്ദ, ഞാനൊരു തരത്തിലുള്ള കഠിനമായ അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതൊക്കെ അയാൾ മറന്നുപോയി. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഹറാമിന്റെ വഴിയിലേക്ക് പോയിട്ടില്ല. പട്ടിണി അയാൾ അനുഭവിച്ചിട്ടുണ്ട്, തിന്മകളുടെ വഴിയും വാതിലും തുറന്നിട്ടില്ല. ഇത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ സ്വർഗത്തിന് വേണ്ടി നിലപാടെടുക്കുക, സ്വർഗത്തിന് വേണ്ടി നമ്മളുടെ തീരുമാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. തെറ്റായ അള്ളാഹുവും റസൂലും വിലക്കിയ വഴികളെ നാം ഉപേക്ഷിക്കുക, നന്മയുള്ളവരായി മാറുക, അത് മരണം വരെ തുടരുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫിലസ്തീനിൻ്റെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് നമ്മളുടെ സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെല്ലാം അവർക്ക് ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. അവിടെ സമാധാനവും ശാന്തിയും അള്ളാഹു പുനഃസ്ഥാപിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا واجعله شفيعا وحجة لنا يوم القيامة. اللهم انصر إخواننا المستضعفين في فلسطين. اللهم انصر إخواننا المستضعفين في فلسطين. اللهم انصر إخواننا المستضعفين في فلسطين وفي كل مكان يا رب العالمين. اللهم احفظ بلادنا. اللهم احفظ بلادنا. اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.